എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു അറബിക് റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നത്. പാർട്ടികളിലും അതുപോലെ ഗസ്റ്റെല്ലാം വരുമ്പോഴും നമുക്ക് നല്ലൊരു കറിയെല്ലാം ഉണ്ടാക്കുന്ന സമയത്തും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റൈസിൻ്റെ റെസിപ്പിയാണ്. അൽഫാം ചിക്കൻ്റെ കൂടിയും ഷവായ ചിക്കൻ്റെ കൂടിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റൈസ് കൂടിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് അരി ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലൊരു ബൗളിലേക്ക് 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിന്. അത് ഇട്ട് കൊടുക്കാം. 250 ml കപ്പിന് 2 കപ്പാണ്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്ര എടുക്കുക. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള അരി തന്നെ നോക്കിയെടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുങ്ങിക്കിടക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു 20 മിനിറ്റോളം കുതിരാനായിട്ട് അടച്ച് മാറ്റി വെക്കാം. ഇനി ഞാനിതാ ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ ഒരു ചോറ് റെഡിയാക്കുന്നത് ആ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കാം. ഗീയിലാണ് നമ്മൾ ഈ ഒരു റൈസ് റെഡിയാക്കുന്നത്. ഗീ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 3 ഏലക്കായ്, ചെറിയൊരു കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 2 ബേ ലീഫ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇട്ട് കൊടുത്ത സ്പൈസസ് എല്ലാം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം സവാള കട്ട് ചെയ്തതും 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി ഈ ഒരു രീതിയിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി പോകണ്ട. നമ്മൾ ഇതിലേക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് അല്പം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് ആ ഒരു പൊടിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാനിതുപോലത്തെ ഒരു പാക്കറ്റിൽ 2 വരുന്ന ചിക്കൻ്റെ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അത് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ ഇതാ ചിക്കൻ്റെ സ്റ്റോക്കെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതാ ചിക്കൻ്റെ സ്റ്റോക്കെല്ലാം നല്ലതുപോലെ തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 കപ്പ് അരിയെല്ലാം എടുത്തിന്. അപ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് എന്ന അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ 4 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഉപ്പെല്ലാം നോക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുള്ളൂ. പിന്നെ ചിക്കൻ്റെ സ്റ്റോക്കിൽ ഉപ്പ് ഉണ്ടാവും. അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ അല്പം ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് തിളക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ചെറുതായിട്ടൊന്ന് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഡ്രൈഡ് ലെമൺ ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ ഓൾസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ലെമണിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുതിർത്തി വെച്ച അരി 20 മിനിറ്റ് ആയപ്പോൾ ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ ഇതുപോലെ അരിപ്പയിലേക്ക് ഊറ്റി കളഞ്ഞിട്ടുണ്ടേനു. അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് ഇതിലെ വെള്ളം വറ്റാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം വറ്റിയതിന് ശേഷമാണ് നമ്മളിത് അടച്ച് വെക്കുന്നത്. അപ്പോൾ ഇതാ ചോറിലെ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വറ്റി വന്നിട്ടാകുമ്പോൾ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു 6-7 മിനിറ്റോളം ഇത് ചെറിയ തീയിലൊന്ന് അടച്ച് വെക്കാം. അപ്പോഴത്തേക്ക് റൈസ് അത്യാവശ്യം നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതാ നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 7 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുറന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. റൈസൊക്കെ ഇതാ അത്യാവശ്യം നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം വീണ്ടും മുകൾ ഭാഗമൊക്കെ ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് പാലിൽ സാഫ്രോൺ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. സാഫ്രോൺ ഇല്ലെങ്കിൽ യെല്ലോ കളർ മിക്സ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. പിന്നെ റെഡ് കളർ വേണമെങ്കിൽ റെഡ് കളറും എടുക്കാം കേട്ടോ. റെഡും യെല്ലോവും 2 കളറും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ചോറ് കാണാൻ നല്ല ഭംഗിയാണ്. പാർട്ടികളിലൊക്കെ അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു ചോറ് കാണാൻ. പിന്നെ ഒരു ചെറിയ കഷ്ണം അലൂമിനിയം ഫോയിൽ ഞാൻ ഇതുപോലെ കുയ്യാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ചാർക്കോൾ കത്തിച്ച് വെച്ചതിലേക്ക് 1/2 ടീസ്പൂൺ ഓയിലും ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പുകയുമ്പോൾ അലൂമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ചിട്ട് ചെറിയ തീയിലൊരു 10 മിനിറ്റ്
ദം ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് ആ ഒരു സ്മോക്കി ഫ്ലേവറൊക്കെ ചോറിൽ ഇറങ്ങിയിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്കിപ്പോൾ ചാർക്കോളിൻ്റെ ആ ഒരു സ്മോക്കി ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. കളറും ഇതും ചേർത്തിട്ട് ഒന്ന് അടച്ചിട്ട് ഒരു 10 മിനിറ്റോളം വെച്ചാൽ മതി. അപ്പോൾ 10 മിനിറ്റിന് ശേഷം ഇതാ ഞാനൊന്ന് തുറന്നിട്ടുണ്ട്. എന്നിട്ട് ആ ചാർക്കോളിൻ്റെ ആ ഒരു ഇതങ്ങ് എടുത്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അടിപൊളി റൈസാണ്. ഇനി നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ കഴിക്കാം. ഞാൻ ഈ ഒരു റൈസിൻ്റെ കൂടെ ഷവായി ചിക്കനാണ് ഉണ്ടാക്കിയത്. ഷവായി ചിക്കൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അടിപൊളി ടേസ്റ്റാണ് രണ്ടും കൂടി. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.